ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട 2 അപ്ഡേറ്റുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് പങ്കുവയ്ക്കാനുള്ളത്. രണ്ടും ആശ്വാസം നൽകുന്നത് തന്നെയാണ്. അതിൽ ഒന്നാമത്തേത് നിങ്ങളുടെ വാല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിന്റെ ലിബറൽ ആകുമോ അല്ലെങ്കിൽ വാല്യൂഷൻ എങ്ങനെയായിരിക്കും എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോഴും ആശങ്കപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആശങ്കകളുടെ ഒന്നും ഒരു കാര്യവുമില്ല. കാരണം ഏപ്രിൽ 7 മുതൽ വാല്യൂഷൻ ക്യാമ്പുകൾ തുടങ്ങുമെന്ന് കൃത്യമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ റീജിയണലായിട്ടും അല്ലാതെയും നടക്കുന്ന വാല്യൂഷൻ ക്യാമ്പുകളിൽ നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിന്റെയും ആൻസർ കീ അല്ലെങ്കിൽ ആൻസർ ഹിൻസ് വെച്ചിട്ട് ഉള്ള വാല്യൂഷൻ തന്നെയായിരിക്കും. ആരും നിങ്ങളുടെ മാർക്കുകൾ കുറയ്ക്കാൻ വേണ്ടിയല്ല വാല്യൂഷൻ ചെയ്യുന്നത്. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് അത് വീണ്ടും സൂക്ഷ്മ പരിശോധനയും അല്ലെങ്കിൽ റീവാല്യൂഷനും അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അത്ര കോൺഫിഡന്റ് ആണെങ്കിൽ ആ പേപ്പർ വരെ എടുത്ത് വാല്യൂറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ട്. സോ അത് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ കോൺഫിഡന്റ് കൂടി തരും. ഇനി വളരെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ അതായത് ഈ ഒരു അധ്യയന വർഷത്തിൽ +1ന്റെയും അതുപോലെ തന്നെ നമ്മുടെ കോളേജിന്റെയും അഡ്മിഷനുകളും ക്ലാസ്സുകൾ തുടങ്ങുന്നതുമായ ഡേറ്റുകൾ വളരെ നേരത്തെ തന്നെ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ അച്ചടിച്ച് അടുത്ത അധ്യയന വർഷത്തിലേക്ക് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇനി ഈ ഒരു റിസൾട്ടിന്റെ ഡേറ്റ് ഉൾപ്പെടെ മെയ് 8 എന്ന് പറഞ്ഞു. +1 +2കാർക്കാണെങ്കിൽ ആ ഒരു 3rd വീക്ക് എന്ന് പറഞ്ഞു. അതിനുശേഷം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പലവിധ പ്രോഗ്രാം, അതായത് ഇപ്പോൾ 4 ഇയർ ഡിഗ്രി വരെ ഉണ്ട്, പല കോഴ്സുകളുണ്ട്. അതിന്റെ എല്ലാ വിധത്തിലുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സും ഇത്തവണ നേരത്തെ തന്നെ നടപ്പിലാക്കിക്കൊണ്ട് ക്ലാസ്സുകൾ നേരത്തെ തുടങ്ങാനുള്ള സംവിധാനങ്ങളാണ് അണിയറയിൽ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരുങ്ങുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ +1ന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സീറ്റുകളുടെ എണ്ണത്തിലുള്ള വർധന നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി കോളേജുകാരുടെ ആണ് എങ്കിൽ ഇത്തവണ മുതൽ, അതായത് അടുത്ത അധ്യയന വർഷം മുതൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഗവൺമെന്റ് കോളേജ് സീറ്റുകളിൽ ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയും കേരളത്തിൽ ഫ്രീ ആക്കുകയാണ് കംപ്ലീറ്റ്ലി. അപ്പോൾ അത് ഒരുപാട് വിദ്യാർത്ഥികൾക്ക്, ഡിഗ്രി ഒക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആശ്വാസ വാർത്ത കൂടി തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാം. ഏറ്റവും പുതിയ ഡേറ്റുകളുടെയും മറ്റു അപ്ഡേറ്റുകളും ഒക്കെ ഇനി വരുന്ന ദിവസങ്ങളിലൂടെ അറിയിക്കാം. നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ എക്സാം തന്നെയാണ്. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.